മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും അസുഖം വന്നാൽ ചികിത്സിക്കും. സസ്യലതാദികൾക്ക് അസുഖം വന്നാലോ അവയ്ക്കും ചികിത്സ ആവശ്യമാണ്. പത്തനംതിട്ടയിൽ പതിറ്റാണ്ടുകൾ പ്രായമുള്ള കൂവളത്തിന് ചികിത്സ നൽകുകയാണ് വൃക്ഷവൈദ്യൻ കോട്ടയം ബിനു. മരസംരക്ഷണം, മരങ്ങൾക്ക് ചികിത്സ നൽകേണ്ടതിന്റെ ആവശ്യകത ഇതെല്ലാം മുൻനിർത്തിയാണ് കൂവളമരത്തിന് ചികിത്സ. വള്ളിക്കോട് തൃപ്പാറ മഹാദേവ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന കൂവളമരത്തിനാണ് ചികിത്സ നൽകുന്നത്. ചികിത്സയുടെ ഭാഗമായി മരം മുഴുവൻ വൃത്തിയായി കഴുകും. മണ്ണ്, ഉണക്കലരി, ചിതൽപുറ്റ്, ചാണകം, പാല്, നെയ്യ്, കദളിപ്പഴം എന്നിവയ്ക്ക് പുറമെ രാമച്ചവും എള്ളും മറ്റും ചേർത്താണ് ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നത്. എല്ലാ മരുന്നുകൂട്ടുകളും ഇവർ തന്നെ സംഘടിപ്പിച്ചു. എല്ലാം കുഴച്ച് പാകത്തിനായി എടുത്തിരിക്കുകയാണ്. 215ാമത്തെ മരത്തിനാണ് ഇവിടെ ചികിത്സ നൽകുന്നത്. എടുത്തു പറയേണ്ടത് 214 മരങ്ങളെ ചികിത്സ വെച്ചുവെങ്കിലും ഒരിക്കൽ പോലും തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു അമ്പലത്തിലെ മരത്തിന് ചികിത്സ നൽകുന്നതിന് എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആ ഒരു വലിയ ആഗ്രഹം ഇവിടെ സബലീകരിക്കുകയാണ്. പ്രായം കൂടിയ മരങ്ങൾ യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ ചികിത്സയിലൂടെ സാധിക്കുമെന്ന് പറയപ്പെടുന്നു. തൃപ്പാറ മഹാദേവ ക്ഷേത്രത്തിലെ കൂവളമരത്തിന് വലിയ പൊത്തും കാലപ്പഴക്കവുമായിരുന്നു പ്രശ്നം. ഈ പ്രദേശത്ത് ആദ്യമായാണ് വൃക്ഷചികിത്സ നടക്കുന്നത്. നിരവധി ആളുകൾ ചികിത്സ നേരിട്ട് കാണാനും എത്തി. ജനം, പത്തനംതിട്ട.